ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തേത് ഒരു നൈറ്റ് ടൈം റുട്ടീനാണ്. മെയിൻലി കിച്ചൺ ക്ലീനിങ് ആണ്. അതിൻ്റെ കൂടെ നമ്മുടെ ഡിന്നർ പ്രിപ്പറേഷനും ഉണ്ട്. പിന്നെ നെക്സ്റ്റ് ഡേക്ക് വേണ്ടിയുള്ള ചെറിയൊരു പ്രിപ്പറേഷനും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. കുറച്ചായിട്ട് ഡയറ്റിനും ഫിറ്റ്നസ്സിനും ഒക്കെ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് എൻ്റെ ഫോക്കസ് പോകുന്നത്. ക്ലീനിങ്ങിനൊക്കെ ഒരു ഫോക്കസ് കുറച്ച് കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും റെഗുലറായിട്ട് കിച്ചൺ നീറ്റാക്കി ഇടുക അതൊന്നും നടക്കാറില്ല കേട്ടോ. അത്യാവശ്യം മെസ്സി ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ കുറച്ച് ഡിന്നർ പ്രിപ്പറേഷൻസും ഉണ്ട്. അതിനുശേഷം കിച്ചൺ നല്ലപോലെ ക്ലീൻ ചെയ്ത് ഇടണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വൈകുന്നേരത്തെ ഫുഡായിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഓട്സ് പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ഓട്സ് നനച്ചു വെച്ചതാണ്. പിന്നെ കുറച്ച് കഞ്ഞി ആക്കുന്നുണ്ട്, അതുപോലെ കുറച്ച് ഇഡ്ഡലിയും ആക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ചായിട്ട് നല്ല പോലെ ഈച്ചയുടെ ശല്യമുണ്ട്. അപ്പോൾ ഞാൻ ഇത് മുന്നേ കാണിച്ചിട്ടുള്ളതാണ്. ഈ ഒരു റോളാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഈച്ച വന്നിരുന്ന് ഇതിൽ സ്റ്റിക്ക് ആയിക്കോളും. അപ്പോൾ എനിക്ക് നല്ല യൂസ്ഫുള്ളാണ്. പക്ഷേ ഇത് യൂസ് ചെയ്തിട്ടും നല്ലപോലെ ഈച്ചയുണ്ട് കേട്ടോ. അപ്പോൾ ഓട്സ് പുട്ട് നനച്ചത് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വേഗം മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണ്. അത്രയേ ഉള്ളൂ പരിപാടി. ഓട്സ് ഒന്ന് ജസ്റ്റ് ഉപ്പ് വെള്ളത്തിൽ നനച്ചു വെച്ച് അത് ഡ്രൈ ആകുമ്പോൾ മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ നമുക്ക് പാകത്തിനുള്ള നനവോട് കൂടിയ ഓട്സ് പുട്ട് റെഡിയാവും കേട്ടോ. പിന്നെ സാധാരണ പോലെ നമ്മൾ ഓട്സ് പുട്ടുണ്ടാക്കി എടുത്താൽ മതി. അപ്പം നമ്മുടെ വീഡിയോക്ക് ഇച്ചിരി ക്ലാരിറ്റി കുറവായിരിക്കും. കാരണം രാത്രിയിൽ ഇവിടുത്തെ ബൾബ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിം ലൈറ്റാണ്. അതുകൊണ്ട് തന്നെ രാത്രിയിൽ ഷൂട്ട് ചെയ്യുമ്പോഴത്തേനും അത്ര ക്ലിയർ അല്ല കേട്ടോ. അപ്പം ഞാൻ വേഗം പുട്ടുകുറ്റിയിൽ നിറച്ചിട്ട് നമുക്ക് വേഗം പുട്ടുണ്ടാക്കി തുടങ്ങാം. ഇനിയിപ്പോൾ വേഗം പുട്ടങ്ങ് ആവിയേറ്റാൻ വയ്ക്കാം. അപ്പോൾ അത് അവിടെ ഇരുന്ന് ആയിക്കോളുമല്ലോ. അപ്പോൾ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പപ്പടം കൂടി ഒന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കഞ്ഞിക്ക് നല്ലൊരു കോമ്പിനേഷൻ അല്ലേ പപ്പടം. അതുപോലെ ഒരു ചമ്മന്തിയും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റി അല്ലേ. അപ്പോൾ അതും കൂടി ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ സാധാരണ തേങ്ങാ ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇഞ്ചി, ഉള്ളി, പച്ചമുളക്, വേപ്പില, അതുപോലെ വാളംപുളിയില്ലേ, കോൽപ്പുളി, അതും തേങ്ങയും കൂടി ചേർത്ത് നല്ലപോലെ അടിച്ചെടുത്താൽ നമ്മുടെ സിമ്പിൾ ചമ്മന്തി റെഡി. ഉപ്പും പിന്നെ വെളിച്ചെണ്ണ ഇഷ്ടമാണെങ്കിൽ പച്ച വെളിച്ചെണ്ണയായിട്ട് ചേർത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും, എല്ലാവരും ഉണ്ടാക്കുന്ന സിമ്പിൾ ചമ്മന്തി തന്നെയാണ്. അപ്പോൾ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. പിന്നെ 4 മണിക്ക് ഉണ്ടാക്കിയ അടയാണ് കേട്ടോ. ശർക്കരയൊക്കെ ഇട്ടിട്ട് കാണാൻ അത്ര ഭംഗിയില്ല, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഞ്ഞി അവിടെ നിന്നൊന്ന് ചൂടാക്കാൻ വെച്ചു. ആ ഒരു സമയം കൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് സിങ്കിനകത്തോട്ട് ആക്കിയിടാമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു കാര്യമാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെയും കുറച്ച് സമയമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കഴുകിയ കുറേ പാത്രങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് വേഗം എടുത്തു വെച്ചാൽ ആ ഒരു പണിയും കൂടി അങ്ങ് കഴിഞ്ഞു കിട്ടുമല്ലോ. അപ്പോൾ നമ്മുടെ കഞ്ഞി, പപ്പടം, ചമ്മന്തി എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഇഡ്ഡലിയും റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇഡ്ഡലി തട്ടൊക്കെ കഴുകി പെട്ടെന്ന് തന്നെ റെഡിയാക്കുകയാണ്. അങ്ങനെ ഇഡ്ഡലി വേവിക്കാൻ വെച്ചു. ആ സമയം കൊണ്ട് എൻ്റെ ഓട്സ് പുട്ട് റെഡിയായി. അപ്പോൾ എനിക്ക് കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു, അതും പിന്നെ കുറച്ച് കുക്കുംബർ സ്ലൈസസും സാലഡ് പോലെ കഴിക്കാൻ വേണ്ടിയിട്ട്. അതാണ് എൻ്റെ ഡിന്നർ. ഇഡ്ഡലിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി വേഗം ഡിന്നർ സെർവ് ചെയ്യണം. അപ്പോൾ 3 തരം ഡിന്നറാണ് കേട്ടോ. ഓട്സ് പുട്ട്, പിന്നെ കഞ്ഞി, അതുപോലെ കുറച്ച് ഇഡ്ഡലി. അപ്പോൾ കിച്ചൺ ക്ലീനിങ്ങിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡൈനിങ് ടേബിൾ ഒന്ന് ക്ലിയർ ചെയ്യാണ്. എല്ലാ പാത്രങ്ങളും ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ടേബിൾ ഒന്ന് ക്ലീൻ ചെയ്ത് താഴെ ഒന്ന് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ അവിടുത്തെ പരിപാടി കഴിഞ്ഞല്ലോ, അവിടെ നീറ്റായി. പിന്നെ നമുക്ക് കിച്ചണിലെ സംഭവങ്ങൾ നോക്കിയാൽ മതി.
ഇനിയിപ്പോൾ അടുത്തത് എടുത്ത സാധനങ്ങളൊക്കെ തിരിച്ച് വെക്കാത്തതെല്ലാം ഒന്ന് തിരിച്ച് വയ്ക്കുക. അതുപോലെ നമ്മുടെ കഴുകാനുള്ള പാത്രങ്ങളെല്ലാം തന്നെ സിങ്കിലോട്ട് ആക്കിയിടുക. അപ്പം ഞാനൊരു സൈഡിൽ നിന്നേ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം അവിടെ ഇരിക്കുന്ന സിങ്കിലോട്ട് പോകേണ്ടത് അങ്ങോട്ട് പോവുക, അതുപോലെ തിരിച്ച് കബോർഡ്സിലോട്ട് പോകേണ്ടത് തിരിച്ച് അങ്ങോട്ട് വയ്ക്കുക. അപ്പോഴത്തേനും നമ്മുടെ കൗണ്ടർ ടോപ്പ് അങ്ങ് ക്ലിയറായി കിട്ടുമല്ലോ. പിന്നെ ബാക്കിയുള്ള പാത്രങ്ങളൊന്ന് കഴുകിയെടുക്കുകയാണ് വേഗം തന്നെ. ഈ സമയം കൊണ്ട് എല്ലാവരും ഒരു മൂവി കാണാൻ സ്റ്റാർട്ട് ചെയ്തിട്ടോ. ഇതൊരു ഇംഗ്ലീഷ് മൂവിയാണ്. എന്നോട് വെയിറ്റ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടോ. അപ്പോൾ ഞാൻ വരാൻ ലേറ്റ് ആവുന്നതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് കാണാൻ ഇനിയിപ്പോൾ കുറേ അങ്ങ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇനിയിപ്പോൾ കാണാനൊന്നും പറ്റില്ല എന്ന് വിചാരിച്ച് ഞാൻ ബാക്കി ക്ലീനിങ് ഒന്ന് വേഗം തീർക്കാമെന്ന് വിചാരിച്ചു. അടുത്ത ദിവസം ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇഡ്ഡലി കുക്കർ തന്നെയാണല്ലോ നമ്മൾ ഇടിയപ്പത്തിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ കൗണ്ടർ ടോപ്പിൽ തന്നെ വെച്ചു. സ്റ്റൗ ഒന്ന് അത്യാവശ്യം നന്നായിട്ട് തുടച്ചെടുക്കുകയാണ്. ഒരുപാട് ഡീപ്പ് ക്ലീനിങ് ഒന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുകയാണ്. സിങ്കും അതുപോലെ പെട്ടെന്നൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അത്ര നന്നായിട്ടൊന്നും അല്ല ക്ലീൻ ചെയ്തത്. പിന്നെ എനിക്ക് വേഗം പണി വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെയോ കുറച്ചൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് വേഗം തന്നെ പരിപാടി അവസാനിപ്പിച്ചു. പിന്നെ നമ്മുടെ സ്ക്രബ്ബറും അതും ഒന്ന് നല്ലപോലെ കഴുകി വയ്ക്കുകയാണ് കേട്ടോ. പിന്നെ ഹാൻഡ് വാഷ് വെച്ചിട്ട് കൈ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കിച്ചൺ സിങ്കിൻ്റെ അടുത്ത് തന്നെ ഒരു ഹാൻഡ് വാഷ് വയ്ക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ് കേട്ടോ. കൈ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ അതൊരു നല്ല കാര്യമാണ്. അടുത്ത ദിവസം രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബദാം സോക്ക് ചെയ്ത് വെക്കുകയാണ്. അപ്പം രാവിലെ ഒരു 7 ബദാമാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ഇടിയപ്പത്തിൻ്റെ കൂടെ ഗ്രീൻ പീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ പീസ് സോക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴാണ് ഗ്രീൻ പീസ് തീർന്നിരിക്കുകയാണ്. അപ്പോൾ അതെന്തായാലും ഗ്രോസറി ലിസ്റ്റിൽ എഴുതി വെച്ചു. അപ്പോൾ ഗ്രീൻ പീസ് ഇല്ലാത്തതുകൊണ്ട് അടുത്ത ദിവസം പിന്നെ മുട്ടക്കറി ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ അതിന് പിന്നെ പ്രിപ്പറേഷനൊന്നും വേണ്ടല്ലോ. അപ്പോൾ ഏകദേശം നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ ഓവനും അതുപോലെ ഫ്രിഡ്ജും കൂടി ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ക്ലിപ്പിങ്സ് മിസ്സായിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നീറ്റായിട്ടുണ്ട്. ഒത്തിരി അങ്ങ് പെർഫെക്റ്റ് ആയിട്ടല്ലെങ്കിലും അത്യാവശ്യം നല്ലപോലെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് ഡേക്ക് നമ്മുടെ കിച്ചൺ റെഡിയാണ്. അപ്പോൾ എല്ലാവരും രസം പിടിച്ച് മൂവി കാണുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം അവരുടെ ഇരുന്ന് കാണാമെന്ന് വിചാരിച്ച് ആ മൂവി എല്ലാവരും കൂടി ഇരുന്ന് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഒരു ക്ലീനിങ് മോട്ടിവേഷൻ പോലെ ചെയ്തൊരു വീഡിയോ ആണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ വീഡിയോസ് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ.